ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഈ ചാനലിൽ നിങ്ങൾക്ക് എടുത്തു തരുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ SCERT സിലബസിലുള്ളതായിരിക്കും. ഇപ്പോൾ എടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലത്തെ ഒന്നാമത്തെ ചാപ്റ്ററായ കോണുകൾ, ആംഗിൾസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റ് നോക്കിയ സമയത്ത് അതിൽ നിങ്ങൾക്ക് 5ാം ക്ലാസ്സിലത്തെ ഭാഗങ്ങൾ ചേരുമ്പോൾ എന്ന ചാപ്റ്റർ ഓർമ്മയുണ്ടോ? ഞാൻ കരുതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്തിട്ട് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് അതിൽ എന്തൊക്കെയായിരുന്നു മെയിൻ പോയിന്റ്സ് അതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 6ാം ക്ലാസ്സിലത്തെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ക്ലാസ്സിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞു നോക്കുക. എന്നിട്ട് വീണ്ടും വീഡിയോ പ്ലേ ചെയ്തിട്ട് നിങ്ങൾ ആദ്യം കണ്ടെത്തിയ ഉത്തരം ശരിയാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂട്ടാൻ ഇത് സഹായകമാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ഫ്രാക്ഷൻ? എന്താണ് ഫ്രാക്ഷൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പണ്ട് പഠിച്ച കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരുന്നു ഫ്രാക്ഷൻ? ആലോചിച്ചു കഴിഞ്ഞോ? എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനിനി ഉത്തരം പറയാൻ പോവാണ്. ഫ്രാക്ഷൻ is the part of a whole. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് മുഴുവനായിട്ടുള്ള ഒരു വസ്തുവിന്റെ ഭാഗമാണ്, ഒരു പാർട്ടാണ്. അതാണ് എന്ത്? ഫ്രാക്ഷൻ. നമുക്ക് അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാനൊരു സർക്കിൾ വരച്ചിരിക്കുകയാണ്. സർക്കിളായിട്ടുണ്ട്. ഇതിനെ ഞാനിനി പകുതിയാക്കാൻ പോകുന്നു. നേർ പകുതി മുറിക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? മുഴുവനായിട്ടുള്ള ഒരു സർക്കിളിന്റെ പകുതി ഭാഗം, അല്ലെ? ഹോളിന്റെ ഒരു പാർട്ട് ആണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെയായിരുന്നു ഡിനോട്ട് ചെയ്തിരുന്നത്? എങ്ങനെയായിരുന്നു നിങ്ങൾ എഴുതിയിരുന്നത്? ഓർമ്മയുണ്ടോ? ഇന്ന് എത്ര ഭാഗമാക്കിയത്? 2 ഭാഗം, അല്ലെ? 2 ഭാഗം. 2ൽ എത്രയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? 1. ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പം 1/2. ഈ ഒരു ചിത്രത്തെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഇതാണ് ഫ്രാക്ഷൻ എഴുതേണ്ട രൂപം. മുകളിലുള്ള ഈ 1ന് ഒരു പേര് പറയും. എന്തായിരുന്നു പറയാ? ന്യൂമറേറ്റർ. ഓർമ്മയുണ്ടോ? അപ്പോ ഇതാണ് ആര്? ന്യൂമറേറ്റർ അഥവാ അംശം. എത്ര ഭാഗമാണോ അത് അംശം. 2നെ നമ്മൾ എന്താ പറയാ? അടിവശത്തുള്ളതിന് നമ്മൾ എന്താ പറയാ? ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ അഥവാ ഛേദം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? A fraction have 2 parts. Fraction is denoted by a numerator and a denominator. ഒരു ഫ്രാക്ഷനിൽ അംശവും ഉണ്ടാവും ഛേദവും ഉണ്ടാകും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. എൻ്റെ അടുത്ത ചോദ്യം എന്തെന്നാൽ, what are the different type of fraction? ഏതൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള ഫ്രാക്ഷൻസ്? നമ്മൾ ഫ്രാക്ഷൻസിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? എന്തൊക്കെ തരത്തിലുള്ള ഫ്രാക്ഷൻസ് നിങ്ങൾക്കറിയാം? ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെ ടൈപ്പിലുള്ള ഫ്രാക്ഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ആലോചിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി എന്തൊക്കെ തരത്തിലുള്ള ഫ്രാക്ഷൻസ് ഉണ്ട് എന്ന് നോക്കാൻ പോവുകയാണ്. ഫസ്റ്റ് 1 ആണ് ഫ്രാക്ഷൻ. എന്താ പ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ സാധാരണ ഭിന്നങ്ങൾ. ഈ സാധാരണ ഭിന്നങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാനിവിടെ കുറച്ച് ഭിന്നങ്ങൾ എഴുതാൻ പോവുകയാണ്. കുറച്ച് ഫ്രാക്ഷൻസ് ഞാനിവിടെ ബോർഡിൽ എഴുതും. ഞാൻ എഴുതുന്ന സമയത്ത് തന്നെ അത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ അല്ലയോ എന്ന് നിങ്ങളെ മനസാക്ഷിയോട് പറഞ്ഞു നോക്കുക. എക്സാമ്പിൾ 1/2, 1/2, 4/3, 2/4, 6/10,
6/3. ഇവിടെ ഞാനൊരു അഞ്ച് ഫ്രാക്ഷൻസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് പ്രോപ്പർ ഫ്രാക്ഷൻ ആയവയെ മാത്രം ഞാൻ ടിക്ക് ചെയ്യാൻ പോവുകയാണേ. 1/2 ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അടുത്തത് 2/4 ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അതുപോലെ തന്നെ 6/10 ഇസ് ഓൾസോ എ പ്രോപ്പർ ഫ്രാക്ഷൻ. എന്താണ് ഇവയ്ക്കുള്ള പ്രത്യേകത എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ന്യൂമറേറ്റർ ആണിത്, ഡിനോമിനേറ്റർ ആണിത് എന്ന് നിങ്ങൾക്കറിയാം. ഞാനിവിടെ ടിക്ക് ചെയ്ത 3 ഫ്രാക്ഷൻസിന്റെയും ന്യൂമറേറ്ററിലുള്ള സംഖ്യ ഡിനോമിനേറ്ററിലുള്ള സംഖ്യയേക്കാൾ എന്താണ്, ചെറുതാണ് അല്ലെ. ന്യൂമറേറ്ററിലുള്ള സംഖ്യ ഡിനോമിനേറ്ററിലുള്ള സംഖ്യേനേക്കാൾ ചെറുതാണ്. ഇവയുടെ പ്രത്യേകത എന്താ? ഈ രണ്ട് ഫ്രാക്ഷൻസിന്റെ പ്രത്യേകത എന്താ? ഇതിലെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ്. അപ്പോ എന്തായിരിക്കും പ്രോപ്പർ ഫ്രാക്ഷൻ? പ്രോപ്പർ ഫ്രാക്ഷനിൽ ന്യൂമറേറ്ററിലുള്ള സംഖ്യ ഡിനോമിനേറ്ററിലുള്ള സംഖ്യയേക്കാൾ അഥവാ അംശത്തിലുള്ള സംഖ്യ ഛേദത്തിലുള്ള സംഖ്യയേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രാക്ഷനിൽ ഒന്നാമത്തെ ആളെ നമ്മൾ പരിചയപ്പെട്ടതല്ല, വീണ്ടും റീകളക്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ആള് ഫസ്റ്റത്തെ പ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി അടുത്ത ജസ്റ്റ് ഓപ്പോസിറ്റ്. ആദ്യം പറഞ്ഞത് പ്രോപ്പർ ഫ്രാക്ഷൻ ആയിരുന്നു, ഇനി പറയാൻ പോകുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. പേര് തന്നെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, ഉത്തരം കിട്ടിക്കഴിഞ്ഞു എന്നുള്ള എനിക്ക് മനസ്സിലായി. അപ്പോ നേരത്തെ പറഞ്ഞു ന്യൂമറേറ്ററിലെ സംഖ്യ ഡിനോമിനേറ്ററിനേക്കാളും ചെറുതാണെങ്കിൽ അയാള് പ്രോപ്പർ ആണ്. ഇനി ഞാൻ നേരത്തെ ടിക്ക് ചെയ്യാത്ത കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. 4/3 6/3 ഒക്കെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഓക്കെ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ മലയാളത്തിൽ അതിനെ വിഷമഭിന്നം. എന്താ? വിഷമഭിന്നങ്ങൾ എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താ? ന്യൂമറേറ്ററിലെ സംഖ്യ ഡിനോമിനേറ്ററിനേക്കാളും വലുതാണ്, 4 3-നേക്കാളും വലുതാണ്. അഥവാ അംശത്തിലെ സംഖ്യ ഛേദത്തിനേക്കാൾ വലുതാണ്. അതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ അഥവാ വിഷമഭിന്നത്തിന്റെ പ്രത്യേകത. മൂന്നാമത്തെ ടൈപ്പ് അതാണ് മിക്സഡ് ഫ്രാക്ഷൻ. എന്താ? മിക്സഡ് ഫ്രാക്ഷൻ, മിശ്രഭിന്നങ്ങൾ. മിശ്രഭിന്നങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ കൂടിച്ചേർന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഞാനിവിടെ എഴുതി വെക്കാം. മിശ്രഭിന്നങ്ങൾ അഥവാ മിക്സഡ് ഫ്രാക്ഷൻ. ഇവ എങ്ങനെയാണ് ഉണ്ടാവുക എന്നാൽ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതേ. എക്സാമ്പിൾ 1/2 1/2. ഇത് ഒരു മിശ്രഭിന്നത്തിന് ഉദാഹരണമാണ്. ഇതില് അപ്പോ ഏതൊക്കെ പാർട്ട്? നിങ്ങൾക്ക് 2 പാർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 1 എന്നുള്ളത് ഒരു പാർട്ടാക്കി ഞാൻ എടുത്തു. ഇവിടെ അടുത്തത് 1/2 എന്നുള്ളത് അടുത്ത പാർട്ടാക്കി ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് എന്താ ഉള്ളത്? ഒരു നാച്ചുറൽ നമ്പർ അഥവാ ഒരു എണ്ണൽ സംഖ്യയാണുള്ളത്. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 4 എക്സെട്ര, അതാണ് എണ്ണൽ സംഖ്യ. അപ്പം ഒന്നാമത്തെ പാർട്ടിൽ മിശ്രഭിന്നത്തിൽ മിക്സഡ് ഫ്രാക്ഷനിൽ എന്താണുള്ളത്? ഒരു എണ്ണൽ സംഖ്യയാണ് ഉള്ളത്. അടുത്ത പാർട്ടിലോ ഇതെന്തായിരുന്നു? ഇതിന് നമ്മൾ ആദ്യം പരിചയപ്പെട്ട് കഴിഞ്ഞ ആളാണ്. ആരാ? പ്രോപ്പർ ഫ്രാക്ഷൻ. ഫസ്റ്റ് പാർട്ടില് ഒരു നാച്ചുറൽ നമ്പറും അടുത്ത പാർട്ടില് ഒരു പ്രോപ്പർ ഫ്രാക്ഷനും. എണ്ണൽ സംഖ്യയും സാധാരണ ഭിന്നത്തിന്റെയും ഒരു കൂടിച്ചേരലാണ് നമുക്ക് മിശ്രഭിന്നത്തിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നാച്ചുറൽ നമ്പർ ഇതെന്താണ്? പ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി
ഈ മിശ്ര ഭിന്നങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, ഇത് എവിടെ നിന്ന് ഉണ്ടായി വരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിഷമ ഭിന്നവും മിശ്ര ഭിന്നവും തമ്മിൽ നല്ല കണക്ഷനാണ്. അവർ നല്ലോണം കണക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്, രണ്ട് ഭിന്നങ്ങളാണ്. ഈ വിഷമ ഭിന്നത്തിൽ നിന്നുമാണ് ആര് രൂപപ്പെടുന്നത്? മിശ്ര ഭിന്നങ്ങൾ രൂപപ്പെടുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഞാൻ എക്സാമ്പിൾ 3/2 ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തു. ഇതെന്താണ്? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലേ? ഫ്രാക്ഷൻ ആണ്. ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ ഞാനൊരു മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ പോവുകയാണ്. ഇതിന്റെ മിക്സഡ് ഫ്രാക്ഷൻ എഴുതാൻ പോവുകയാണ്. 3/2, അതായത് 3യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3ൽ എത്ര ടൈംസ് 2? 1. അപ്പോൾ 1 2s are 2, ബാക്കി 1. ഇതിന്റെ മിശ്ര ഭിന്നം എങ്ങനെ എഴുതാന്ന് വെച്ചാൽ, മുകളിൽ വന്നത് 1, ഒരു തവണയെ 3ൽ 2 കൃത്യമായി പോവുകയുള്ളൂ. അപ്പോൾ 1 ഞാൻ എഴുതി. ബാക്കി ഇവിടെ എത്ര ഉണ്ട്? ശിഷ്ടം എത്ര വന്നു? 1. അപ്പം 1 ബൈ ഡിനോമിനേറ്ററിൽ ഏത് സംഖ്യയാണോ ഉള്ളത്, അഥവാ നമ്മൾ ഏത് സംഖ്യനെ കൊണ്ടാണോ ഹരിക്കുന്നത് ആ സംഖ്യ ഇവിടെ ഇടുക. അപ്പം നമുക്ക് 3/2ന്റെ മിക്സഡ് ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞു. മുകളിലെ സംഖ്യയെ താഴത്തെ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് കിട്ടിയ ഉത്തരം ആദ്യം എഴുതുക. അതൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. പിന്നെ ശിഷ്ടം എത്രയാണോ അത് എഴുതുക. പിന്നെ എത്രനെ കൊണ്ടാണോ ഹരിച്ചത് ഡിവൈഡഡ് ബൈ ദറ്റ് അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ? ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ മിക്സഡ് ഫ്രാക്ഷൻ കിട്ടി. നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? 3/2 ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ, ക്ലിയർ? ഒരു ഉദാഹരണം ഞാനിവിടെ കാണിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു ഉദാഹരണം ഞാനിവിടെ എഴുതാൻ പോവുകയാണ്. നിങ്ങളിത് ആദ്യം ചെയ്തു നോക്കണം, എന്നിട്ടേ ഞാൻ എഴുതുന്ന ഉത്തരത്തിൽ നോക്കാവൂ. അപ്പം 5/2. 5ൽ എത്ര തവണയുണ്ട്? 2 പ്രാവശ്യം അല്ലേ? 2 2 4. അപ്പം 2 ചെയ്ത് കാണിക്കണോ? ചെയ്ത് കാണിച്ചു തരാം. 5/2. 5ൽ 2 പ്രാവശ്യം 2 2 2 4. ബാക്കി എത്ര? 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര ഉത്തരം വരിക? നമ്മൾ നേരത്തെ മുകളിലുള്ള ആളെ ഇവിടെ എടുത്തിട്ടു. ഉത്തരത്തിനെ കൃത്യമായി ഹരിക്കാൻ പറ്റിയ സംഖ്യ ഇവിടെ ഇട്ടു. അപ്പോൾ 2 ശിഷ്ടം എത്രയാണെന്ന് വെച്ചാൽ അത് ആദ്യം ഇട്ടു. പിന്നെ ഡിവൈഡഡ് ബൈ എഴുതി. എത്രയാണ് കൊണ്ടാണോ ഹരിച്ചത് അത് എഴുതി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? 1 ഡിവൈഡഡ് ബൈ 2നെ കൊണ്ട് ഹരിച്ചു. അപ്പം 2. അപ്പം 5/2 എന്ന് പറയുന്നത് എന്താണ്? 1/2. ഇനി അടുത്ത ടൈപ്പാണ് ലൈക്ക് ഫ്രാക്ഷൻ. ലൈക്ക് ഫ്രാക്ഷൻ്റെ കുറച്ച് എക്സാമ്പിൾ ഞാൻ എഴുതാം. നിങ്ങൾ അതിൽ നിന്ന് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കിക്കോളൂ. എക്സാമ്പിൾസ് ഇവിടെ എഴുതിയിട്ടില്ല അല്ലേ? 4th one. ലൈക്ക് ഫ്രാക്ഷൻ. ലൈക്ക് ഫ്രാക്ഷൻ്റെ എക്സാമ്പിൾ ആണ് 1/10, 2/10, 4/10, 6/10, 7/10, എക്സെട്ര. ഇതൊരു ഉദാഹരണമായി. അടുത്തത് ഞാനിവിടെ എഴുതാം. 2/12, 6/12, 7/12, എക്സെട്ര. ഇതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നേ? ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ? ഒന്നാമത് ഞാൻ എഴുതിയ എക്സാമ്പിളിന് ഡിനോമിനേറ്റർ എല്ലാം 10 ആണ്. ഇവിടെയോ എല്ലാം 12 ആണ്. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ ആര് മാറുന്നില്ല? ഡിനോമിനേറ്ററിന് ഒരു ചേഞ്ചും വരുന്നില്ല. അംശം മാറുന്നുണ്ട്,
ഛേദം കോൺസ്റ്റന്റ് ആണ്, ഛേദത്തിന് ഒരു വ്യത്യാസവും വരുന്നില്ല. ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുക. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് അൺലൈക്ക് ഫ്രാക്ഷൻസിനെ പറ്റിയാണ്. എന്താണ് അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. അൺലൈക്ക് ഫ്രാക്ഷൻസ്, ഇവിടെ ലൈക്ക് ഫ്രാക്ഷൻസിൽ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയിരുന്നു. ഇവിടെ 10 തന്നെയാണ്, ഇവിടെ 12 തന്നെയാണ്. അൺലൈക്ക് ഫ്രാക്ഷൻ ആകുന്ന സമയത്ത് ഡിനോമിനേറ്ററിന് വ്യത്യസ്ത നമ്പർ ആയിരിക്കും ഡിനോമിനേറ്ററിൽ ഉണ്ടാവുക. അങ്ങനത്തെ എല്ലാ ഫ്രാക്ഷൻസിനെയും അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്നാണ് നമ്മൾ പറയുക. 1/10, 2/4, 3/5. ഇതെവിടെ ഡിനോമിനേറ്റർ 10 വന്നു, 4 വന്നു, 5 വന്നു. അപ്പോൾ ഡിനോമിനേറ്ററിലെ നമ്പർ ചേഞ്ചിങ് ആണ്. അത്തരത്തിലുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? അൺലൈക്ക് ഫ്രാക്ഷൻസ്. 5 തരത്തിലുള്ള ഫ്രാക്ഷൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് ഇനിയും ഉണ്ട് കേട്ടോ, ടൈപ്പ് വേറെ ഉണ്ട്. അപ്പൊ നമ്മൾ 5 ടൈപ്പാ പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രം. ഇനി നമ്മൾ ചില റൂൾസ്, ഫ്രാക്ഷൻസിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില റൂൾസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തത്, ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഏതൊരു സംഖ്യ കൊണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആ ഫ്രാക്ഷന്റെ വാല്യൂവിന് ഒരു വ്യത്യാസവും വരില്ല. അതാണ് ഒരു റൂൾ. അത് ഫ്രാക്ഷനിലെ ഒരു റൂളാണ്. ഇഫ് the numerator and denominator of a fraction are multiplied or divided by the same number, we get its equal fraction. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഇനി അതിന്റെ എക്സാമ്പിളിലേക്ക് കടക്കുകയാണ്. എക്സാമ്പിൾ 1/2. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇൻറ്റു 2 ഇൻറ്റു 2 വി ഗെറ്റ് 2/4. എന്താ പറഞ്ഞിരിക്കുന്നത്? മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും ഒരു ഫ്രാക്ഷനെ മറ്റൊരു സംഖ്യ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും കിട്ടുന്ന ഫ്രാക്ഷൻ വി ഗെറ്റ് ഇറ്റ്സ് ഈക്വൽ ഫ്രാക്ഷൻ. അപ്പോൾ ഒന്നാമത്തെ ഫ്രാക്ഷന് ഈക്വൽ ആണ് ആര്? 2/4 എന്നാണ് ഇതിൽ നിന്നും, ഈ ഒരു റൂളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. 1/2 is equal to 2/4. ഇവിടെ 2 മൾട്ടിപ്ലൈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 3 കൊണ്ടാണെങ്കിൽ എന്താ വരിക? ഇവിടെ 3/6 വരും അല്ലേ? ഇനി ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിളും കൂടി കണ്ടിട്ട് അടുത്ത റൂളിലേക്ക് പോകാവുന്നതാണ്. ഞാൻ എഴുതാൻ പോകുന്നത് 3/6. 3/6 3ഉം 6ഉം ഞാൻ 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്ത് കിട്ടും? 3 divided by 3 1, 6/3 2. അപ്പൊ എന്ത് മനസ്സിലാക്കാം? 3/6 is equal to 1/2. കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്തു നോക്കുക.